തന്റെ 86-ാം വയസ്സിൽ തമിഴ് ഇതിഹാസ കാവ്യമായ തിരുക്കുറലിന് മലയാള ഭാഷ്യമൊരുക്കി വിസ്മയമാവുകയാണ് പാലക്കാട്ടെ രാധ അച്യുതൻ. എഴുതുക മാത്രമല്ല, എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന്റെ സന്തോഷത്തിലുമാണിവർ. പ്രായമെന്നത് വെറുമൊരു നമ്പർ മാത്രമാണെന്ന് നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന എഴുത്തിലെ ഈ ചെറുപ്പക്കാരിയെ പരിചയപ്പെടാം. സംഘകാല തമിഴ് കൃതിയായ തിരുക്കുറലിന് മലയാള വിവർത്തനം എഴുതി പൂർത്തിയാക്കുമ്പോൾ പാലക്കാട്ടെ മുട്ടിക്കുളങ്ങര സുന്ദരവില്ലയിൽ AP രാധ അച്യുതന് പ്രായം 86. അത് എനിക്ക് തിരുക്കുറൾ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ ശ്രേഷ്ഠമായ വിധത്തിൽ പറയുന്നതാണ് തിരുക്കുറൾ. അകര മുതല എഴുത്തെല്ലാമാതി ഭഗവൻ മുതറ്റേ ഉലക്. എഴുത്ത് ഇപ്പോഴാണ് തുടങ്ങിയത്, 2010 മേലെ ഇവിടെ പാലക്കാട് സെറ്റിലായതിനു ശേഷം. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് 5ാം ക്ലാസ് വരെ മലയാളത്തിലും പിന്നീട് 10ാം ക്ലാസ് വരെ തമിഴ്നാട്ടിലെ മധുരയിൽ തമിഴ് മീഡിയത്തിലും പഠിച്ച രാധയ്ക്ക് തുടർന്ന് പഠിക്കുന്നതും എഴുതുന്നതും സംസാരിക്കുന്നതുമൊക്കെ ഏറെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഒരു പെൺകുട്ടി എന്ന കടമ്പയിൽ തട്ടി അവയെല്ലാം ഒരു വീട്ടമ്മയുടെ വഴിയിലേക്ക് അവരെ ഒതുക്കി നിർത്തുകയായിരുന്നു. എൻ്റെ ഉള്ളിൽ എനിക്ക് നിറയെ പഠിക്കണം മോഹം ഉണ്ടായിരുന്നു. ആ മോഹമൊന്നും ആ കാലത്ത് എൻ്റെ അച്ഛൻ ബ്രാഹ്മണനായതുകൊണ്ട് പെൺകുട്ടികളെ പഠിപ്പിക്കാൻ വിടാൻ വലിയ അഭിപ്രായം ഉണ്ടായിരുന്നില്ല. ജോലിക്ക് വിളിച്ചതായിരുന്നു എൻ്റെ ടീച്ചർ. അതിനും എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചില്ല. അപ്പോൾ ആ കാലം അതായിരുന്നു. ഞാൻ അവരെ കുറ്റം പറയല്ല. പിന്നീട് മക്കൾക്കൊപ്പവും മറ്റുമായി നിരവധി യാത്രകൾ നടത്തിയ രാധ തന്റെ യാത്രകളെല്ലാം ചെറിയ കുറിപ്പുകളായി എഴുതി സൂക്ഷിക്കുമായിരുന്നു. അവയെല്ലാം സമാഹരിച്ച് മകൻ ഒരു പ്രസിദ്ധീകരണമാക്കി അമ്മയ്ക്ക് സമ്മാനിച്ചപ്പോൾ രാധയിലെ എഴുത്തുകാരി എഴുത്തിന്റെ ലോകത്ത് സ്വന്തമായ ഒരിടം കണ്ടെത്തുകയായിരുന്നു. 54ാമത് പിറന്നാൾ വന്നു. അപ്പോൾ അമ്മയ്ക്ക് എന്താ പ്രസൻറ്റേഷനായിട്ട് കൊടുക്കാൻ ഞാൻ കുറേ ആലോചിച്ച് നോക്കി. അപ്പോൾ അമ്മ ഈ മന്ത്ലി മാഗസീനിൽ അമ്മ പോയ കണ്ട സ്ഥലങ്ങളെല്ലാം കൂടിയിട്ട് അവർ എഴുതുമായിരുന്നു. അപ്പോൾ അത് ഒരു ബുക്കായിട്ട് എടുത്ത് കൊടുത്താൽ എന്താണെന്ന് തോന്നി എനിക്ക്. പിന്നെ കോവിഡ് കാലത്തെ ഏകാന്തതയാണ് തിരുക്കുറലിലേക്ക് അവരുടെ ശ്രദ്ധ എത്തിച്ചത്. എൻ്റെ പേരക്കുട്ടികൾ എല്ലാവരും കൂടി എൻ്റെ പിറന്നാളിന് തിരുക്കുറളാണ് എനിക്ക് പ്രസൻറ്റ് ചെയ്തത്. ഈ കൊറോണ സമയത്ത് ഒരു പണിയില്ലാണ്ട് ഇരിക്കുകയായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചല്ല, യാത്രയും പോക്കില്ല. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ ഇങ്ങനെ ഒരു ആശയം തോന്നി. അപ്പോൾ അത് എഴുതാൻ തുടങ്ങി. ഇപ്പോൾ തമിഴിലുള്ളത് അങ്ങനെ മലയാളത്തിൽ എഴുതി, അതിൻ്റെ അർത്ഥം എഴുതി. 10 കുറകൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ സാരമും എഴുതി മൊത്തത്തിൽ. അങ്ങനെ എഴുതി. അത് എൻ്റെ മകൻ ഇപ്പോഴാണ് അത് പബ്ലിഷ് ചെയ്യാവുന്ന മോഹം. എനിക്കതൊരു മോഹം. ഇത് വന്നിട്ട് സാധാരണ ഒരു പൊക്കിഷല്ല. മലയാളികൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യുന്ന ഒരു പൊക്കിഷമായതുകൊണ്ട് എല്ലാ സ്കൂളിലേക്കും എല്ലാ ലൈബ്രറികൾക്കും ഇത് കൊടുക്കണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഇത് ബുക്കായിട്ട് ഇപ്പോൾ വെളിയിട്ടിരിക്കുന്നത്. ശ്ലോകമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. മകൻ തന്തയ്ക്കാറ്റ് ഉദവി ഇവൻ തന്തൈ എന്നോற்றான் കൊൽ എന്നും ചൊൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മകനെ കിട്ടാൻ എത്ര ഭാഗ്യം ചെയ്തണോ അവരുടെ അച്ഛന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുക. അങ്ങനെ ഒരു മകനാണ് വേണ്ടത്. അതാണ് മകൻ്റെ ഒരു കടമ എന്ന് പറയുന്നത്. അത് അനുഭവിച്ചിരിക്കുന്ന ആളാണ് ഞാൻ. തന്റെ പുതിയ യാത്രകൾക്കും അതേക്കുറിച്ചുള്ള എഴുത്തുകൾക്കും ഏറെ താല്പര്യത്തോടെ തയ്യാറെടുക്കുകയാണ് എഴുത്തിന്റെ ലോകത്തെ ഈ ചെറുപ്പക്കാരി ഇപ്പോൾ.